നമസ്കാരം. ഞങ്ങളെ ഇന്ന് എന്താണ് കെട്ടുന്നത്? പാരൽ ബാർ കെട്ടാൻ പോകുന്ന കേട്ടോ. അപ്പൊ അതിനുള്ള സാധനം നമുക്ക് വന്നിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേറെ വീഡിയോയില്. കാണിച്ചിട്ടുണ്ടായിരുന്നോ? കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേ നമ്മളിത് അതെ ചേട്ടായ റെസ്റ്റ് ആണ് കേട്ടോ. പെയിൻ ആണ്, അതുകൊണ്ട് ആൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല റെസ്റ്റിലാണ്. അപ്പൊ ഞങ്ങളിതേ ഇന്നാണിത് കെട്ടാനൊരു ടൈം കിട്ടിയത് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സമയം വൈകിപ്പോയി. സമയം 6 മണിയായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വേഗം ഇനി സെറ്റ് ചെയ്താൽ മതി. എങ്ങനെയാണെന്ന് അറിയില്ല. അത് തുറന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. നല്ല വെയിറ്റ് ആട്ടോ. ഞങ്ങളിതേ അൺബോക്സ് ചെയ്യാൻ പോവാണ് സാധനം. തിരിച്ചെടുത്ത കാല വീഴല്ലേ. ഇവിടുന്ന് തൊട്ട് അവിടെ വരെയുണ്ട്. അപ്പം നമ്മളിത് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്താ ഇവിടെയാണ് കേട്ടോ. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ചേട്ടായി അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കൂടിയിട്ട് ശ്രീകുട്ടനും കൂടെ ഒക്കെ കൂടിയിട്ട് ഇട്ട ഇതാണ്, കോൺക്രീറ്റ് ആണ്. അപ്പം അതിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എത്രയും വേഗം ലിജിമോൾ എണീറ്റ് നടക്കും അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. അപ്പം അത് ഏലിക്കുട്ടിയമ്മ കത്തിയെടുക്കാൻ വേണ്ടി പോയേക്കാം കേട്ടോ. അത് എൻ്റെ സ്മേലിൽ കൂടെ നോക്കുന്നത് അറിയില്ല. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തായിട്ടാണ് നമ്മൾ എറണാകുളത്ത് നല്ല ഇത് വന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല വെയിറ്റ് കട്ട് ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കണേ. കത്തിക്കാണെങ്കിൽ ഭയങ്കര മൂർച്ചയാണ്, അതുകൊണ്ട് ഒട്ടും കണ്ടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇങ്ങനെ കത്തി എന്താ പൊന്നെ. ഇത് നല്ലത്. എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതാ. കത്തി വെക്കാൻ നല്ലത്. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനം ഇതേ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതെങ്ങനെ വേണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ലിജിമോള് പറഞ്ഞു തരാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് കമ്പി ഒക്കെ ആയതുകൊണ്ട് നല്ല വെയിറ്റ് ആട്ടോ. ഇതിങ്ങനെ വെക്കാറുള്ള ഇങ്ങനെ അത് തന്നെ ഫിറ്റ് ചെയ്യണം. അത് ഇതിവിടെ കാര്യം എന്നിട്ട് എവിടെ നട്ട് വരുത്തും. അടിയിലെങ്ങനെ അടിയിൽ പൊക്കണം. ഓ അണ്ടർസ്റ്റാൻഡ്. മറ്റേ ലിജാനിയുടെ പുതിയ വിളിച്ചറിന് ഇനി എടുത്തുണ്ടോ? അതെന്ത് എനിക്കറിയില്ല. അല്ല, ഓരോന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്ന് വെച്ച് പോയി ചെയ്യാം. ഓക്കെ, ആദ്യം ശ്രീകുട്ടനെ എണീറ്റടാ. അതായത് മാറ്റ് ശരിച്ചിട്ടേ ഇതുകൂടി ഞാൻ മറ്റേ സാധനം കിട്ടുന്നത് എടുക്കുന്നു. ഒരു നെട്ടുണ്ടായിരുന്നില്ലേ? കാലേ പിടി. ഓ, ഈ അടിയത്തെ ഈ എല്ലാം കൂടെ ഇടാട്ടോ. പിടിച്ചോണേ. ഓരോന്ന് മുറുക്കി എടുക്കാമോ? ഫ്രണ്ടിലേക്ക് ആക്കിയടാ. വള്ളി ഇവിടെ അങ്ങോട്ട് മുറിക്കാൻ മതി. ഞാൻ തട്ടി പിടിക്കാം. ഇതങ്ങ് ആദ്യം ഊരി ദൂരെ ദൂരെ പേഴ്സ് അതിന്റെ മേളില്, മറ്റേ ആ പെയിന്റ് വെട്ടിയുടെ മേളില്.
വേണ്ട. മോനെന്നാ കുളിക്കുന്നു ചെല് അസത്തിലൂടെ പോവാം പെട്ടെന്ന് മഴയ്ക്ക് മുമ്പേ. വ്യത്യാസമുണ്ടോ? ഒരു ഇച്ചിരി കൂടെ അങ്ങോട്ടാക്കിയിട്. അതല്ല ഫിറ്റ് ചെയ്തെടുക്കുന്നതിന് വ്യത്യാസം. കറക്റ്റ് അല്ലേ? ഇവിടെ അടി മുട്ടിയിട്ടില്ല. അതിട്ടാ ശരിയാവില്ല, അറിയും. എല്ലാവരും പുറത്തിരിക്കും കേട്ടോ. അപ്പോൾ പണിയൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞാൽ നമുക്കിത് പൈപ്പ് കൂടെ ഫിറ്റ് ചെയ്താൽ മതി നടക്കാനുള്ള, കൈ പിടിക്കാനുള്ള. എന്നിട്ട് ഒരാളിപ്പം നടക്കും. അതിൻ്റെ അടിയിലിടാൻ എന്ത് ഇടുകട്ടോ. ഇതിട്ട് കഴിഞ്ഞപ്പോഴേ അതിന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. സേഫ്റ്റി അല്ല. അതുകൊണ്ട് കട്ടി കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ അടിയിട്ടില്ല ശരിയായില്ല. കാരണം വെള്ളം എന്തെങ്കിലുമൊക്കെ കയറിയാലെന്നാണ് ഒരു വിശ്വാസം. അമ്മയൊക്കെ അവിടെ ഞാൻ ഇത് വിട്ടിട്ട് വലിച്ചാൽ അങ്ങോട്ട് മറിയും. ചേർത്തിട്ട് അത് ഇട്ടോ മറിയില്ല. മതി മതി. അത് ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഹൗസും കൂടെ ഫിറ്റ് ചെയ്യാൻ പോവാം. മനസ്സിലായി. ഇതിൻ്റെ അകത്തേക്കൂടെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇപ്പോഴത് ശരിയായിട്ട് കേട്ടോ. നേരെ വെച്ചിട്ട് തിരിഞ്ഞു പോയിട്ട് വെച്ചാൽ അപ്പൊ നമ്മൾ അങ്ങനെ ഇത് റെഡിയാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് നടക്കാം. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നടക്കണം എന്നുള്ള ഒരു ത്വര വന്ന്. പേടിയാവണോ? അത് കൊള്ളാം.
അപ്പൊ നമുക്ക് നടക്കാം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മള് ചാടി പടി ഒടിച്ചു വെച്ചേക്കുവാ. ഓക്കെ ചിരിക്കണ്ട കേട്ടോ. ഒരേ കാല് പറിച്ച് പറ്റും പറ്റും. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാല് പറിച്ച് കാല് പറിച്ച് ആ അത് തന്നെ. അത് ഞങ്ങൾ തോളയിലിട്ട് കഴിയ വേണ്ട, ഇവിടെ പിടിച്ചേക്കുമല്ലോ. ശരിയാ, ചെലവായിട്ട് നിക്ക് കുറച്ച് നേരം നിന്നിട്ട് നടക്കും. നിന്ന് പഠിക്കാതെ കാര്യം ബലം കൊടുക്കും. ഒപ്പം ബലം കൊടുത്തിട്ട് അത് തന്നെ അത് തന്നെ. പക്ഷെ അങ്ങോട്ട് ബലം കൊടുക്കാതെ ഈ രണ്ട് കൈക്കും കൂടെ ബലം കൊടുത്തേ. ആ ഒരു സൈഡിലേക്ക് ഒരു ബലം കൊടുക്കാം. അങ്ങനെ അത് തന്നെ. മസിൽ പിടിക്കണ്ട, ഇങ്ങനെ പിടിക്കണ്ട. ഇന്നും ബലം പിടിക്കട്ടെ നടുവിനെ. അവിടെ നേരം വരും. ആ അത് തന്നെ. രണ്ട് കൈക്കൂടെ ബലം കൊടുക്കുന്നേ. ഈ കൈക്കൂടെ കൊടുത്ത് കൈ യൂസാക്കി വെച്ചേക്കുവാ. ആ അങ്ങനെ തന്നെ പറ്റും പറ്റും. ഈ പെണ്ണേക്കാ പൊക്കം വെച്ചെന്ന വണ്ണം കുറഞ്ഞുണ്ട്, വണ്ണം കുറഞ്ഞുണ്ട്. ചിരിക്കില്ല, ചിരിക്കാൻ പുറത്തോട്ട് വന്നു വരും. ഞാൻ മറ്റേട്ടോ നേരെ നിന്ന് ശരിക്കും അത് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ലിജിമോള് കുറച്ച് നേരം നിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചു. നാളെ മുതൽ ഞങ്ങളൊരു 5-6 ടൈംസ് ചെയ്യും അല്ലേ? അതുകൊണ്ടോ ലൂസായി ആൾക്കാരൊക്കെ പറയും. വണ്ണമൊക്കെ കുറഞ്ഞു. അത് തന്നെ. നടക്കും, വേഗം നടക്കും. ഞങ്ങള് ഒരു ദിവസം കൊറേ പ്രാവശ്യം നടന്ന് നിന്ന് പിന്നെ നടന്ന് 3 മാസമായി. നടക്കുവോ? നടക്കണം. ഒരു ചലഞ്ച് അല്ലേ? ചേട്ടായിക്ക് റെസ്റ്റ് ഒക്കെ മാറി ചേട്ടായി എണീറ്റ് വരുമ്പോഴത്തേക്ക് ലിജിമോളും നടന്ന് അന്ന് രണ്ടുപേരും കൂടെ ടൂർ പോകും. എവിടെ ടൂർ പോണ്ടേ? ആ ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ ടൂർ പോവാൻ പറ്റട്ടെ. മണാലി, കുളു മണാലി പോവോ? എന്താ? അമേരിക്കയിലാ? ആണോ? പോണം. എണീച്ച് നടന്ന് അന്നാലും ആന്റി പറയും ലിജിമോളെ ഏറ്റവും എണീച്ച് നടന്ന് എന്തായാലും പോവാ. നടന്നിട്ട് വേണം പോയി. അല്ല ലീലാൻറ്റി കയറ്റി ഇങ്ങോട്ട് വയ്ക്കും. പൊക്കോ ലിജി നടക്കാതെ കൊണ്ട് വരണ്ടാന്ന് പറയും. അതുകൊണ്ട് നടന്നിട്ട് വേഗം നടന്നിട്ട് പോകും. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞു ലിജി സുജിത്തിലെ വീഡിയോ കേട്ടോ. പകുതി എന്റെ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നേ. അതെ പറഞ്ഞു. കമന്റ് ചെയ്യണം. അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. ഓക്കെ ബൈ. ഓക്കെ ബൈ.